26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉന്നയിച്ച ആരോപണത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി CPM നേതാക്കൾ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം രാഷ്ട്രീയ വിവാദമാക്കി VD സതീശൻ സർക്കാരിനെ ആക്രമിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും നീക്കത്തെ EP ജയരാജൻ തള്ളിപ്പറഞ്ഞത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിൽ CPMനുള്ളിൽ പുതിയ ഭിന്നത പുറത്തുവരികയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പാർട്ടി ഔദ്യോഗിക നിലപാടിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ട് മുൻ MD ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉന്നയിച്ച ആരോപണത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് തന്നെയാണ് ഈ പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ല. ആവിലും ദുനിയാവിലും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കരുതെന്നായിരുന്നു PK ശ്രീമതിയുടെ മറുപടി. ദിവ്യ എസ് അയ്യർ പ്രഗത്ഭയായ ഉദ്യോഗസ്ഥയാണെന്നും ഏത് സർക്കാരിനോടും വിധേയത്വം പുലർത്തുന്നയാളാണെന്നും അവർ കൂട്ടിച്ചേർന്നു. വിഴിഞ്ഞം അദാനി പോർട്സിന്റെ ഓഹരികൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉപസ്ഥാപനത്തിന് കൈമാറിയതാണ് ഈ വിവാദത്തിന്റെ ഒക്കെ തന്നെ കാതൽ. ഇത് കുത്തകവൽക്കരണത്തിന് വഴിവെക്കില്ലെന്നും കരാർ വ്യവസ്ഥകൾ ലംഘിക്കാൻ സാധിക്കില്ലെന്നുമാണ് EP ജയരാജന്റെ വാദം. TM തോമസ് ഐസക് അടക്കം കരാറിലെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആരെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അത് വിശദീകരിക്കട്ടെ എന്നായിരുന്നു പിണറായിക്കും ഗോവിന്ദനും വരെ EP ജയരാജൻ മറുപടി നൽകിയത്. കരാർ വ്യവസ്ഥയിൽ മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ആവശ്യമാണെന്നും അദ്ദേഹം പ്രത്യേകം എടുത്തുകാട്ടുകയുണ്ടായിരുന്നു. രസകരമായ കാര്യം EP ജയരാജന്റെ പരസ്യ വിമർശനത്തിൽ നിന്ന് വ്യത്യസ്തമായി KK ശൈലജയും P ജയരാജനും ഈ വിഷയത്തിൽ പൂർണ്ണ മൗനം പാലിച്ചു. ഇത് ഒരുതരം നിശബ്ദ കലാപമായിട്ട് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ വിലയിരുത്തപ്പെടുന്നത്. 2 പതിറ്റാണ്ടായി പല വിവാദങ്ങളിലും EP ജയരാജനെ പിണറായി തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. MA ബേബിയെ പോലും തള്ളിപ്പറഞ്ഞ പിണറായി വിജയൻ ഇത്തവണ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെടുന്ന വിഭാഗത്തിന്റെ മുൻനിരയിൽ തന്നെയാണ് EP ജയരാജൻ ഉള്ളത്. ഇത് തന്നെയാണ് ഈ പ്രസ്താവനയുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.